ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലെബൻസ് വ്ളോഗ്. എല്ലാവർക്കും ലെബൻസ് വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഗ്രീൻ പീസ് റൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് ഇവിടെ ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 3 പട്ടയും 2 സ്റ്റാറും, പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഞാൻ 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടും കുറക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ 7-8 മണിക്കൂറോളം കുതിർത്ത് വെച്ച ഗ്രീൻ പീസ്, 1 കപ്പോളം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്തെടുക്കുന്നത് കുക്കറിലാണ്, നോൺ സ്റ്റിക്ക് പാനിലല്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തെടുക്കുക. ആദ്യം കുക്കർ ചൂടാക്കി അതിലേക്ക് ഒരു 3 വലിയ ടീസ്പൂണോളം എണ്ണ ഒഴിച്ച്, പിന്നെ അതിലേക്ക് 3 വലിയ സ്പൂണോളം തന്നെ ഗീ ഒഴിച്ച് നന്നായി ചൂടാക്കിയ ശേഷം അതിലേക്ക് പട്ടയും സ്റ്റാറും ഇട്ട് കൊടുക്കാം. അതൊന്ന് ശരിയായതിനു ശേഷം അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഞാനിവിടെ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷം ഉള്ളി നന്നായി വഴറ്റാൻ വേണ്ടി അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പിട്ടാൽ പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് കിട്ടും. ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള വെള്ളം തയ്യാറാക്കി വെക്കുക. ഇവിടെ ഞാൻ 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് 2.5 കപ്പ് അരിക്ക് ഞാൻ 4 കപ്പ് വെള്ളം. നിങ്ങൾക്ക് എങ്ങനെയാണോ നെയ്ച്ചോറിന് വെള്ളം എടുക്കുന്നത് അതേപോലെ നിങ്ങൾ വെള്ളം എടുക്കുക. പക്ഷെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. നന്നായി ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം ഇടുന്നത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ തീരെ തക്കാളി യൂസ് ചെയ്യുന്നില്ല. ഈ സമയം നിങ്ങൾക്ക് ക്യാരറ്റ് ഇടാം. പിന്നെ അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. ഗ്രീൻ പീസ് ഇതിൻ്റെ മസ്റ്റാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്രീൻ പീസാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഗ്രീൻ പീസ് റൈസാണ്. അപ്പോൾ അത് ഗ്രീൻ പീസ് വേണ്ടേ. ഗ്രീൻ പീസ് ഇട്ട് ഒരു 3-4 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് നെയ്ച്ചോറിന് അരിക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വെള്ളം നന്നായി തിളക്കുന്നവരെ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരി എടുത്ത് വെക്കാം. ഇവിടെ 2.5 കപ്പ് നേരിയ അരി, അതായത് നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് കണക്ക് അതേപോലെ എടുക്കുക. ഇതിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണിത്. നിങ്ങളെങ്ങനെ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അതേ അളവിൽ നിങ്ങൾക്ക് എടുക്കാം. വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കി ഇതിലേക്ക് എന്ത് ചെയ്യുക, ഉള്ളി നെയ്ച്ചോറിൻ്റെ അരി ആഡ് ചെയ്യാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇത് ആദ്യത്തെ വിസിൽ വന്നാൽ തന്നെ ഓഫാക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, ഒരു 5 മിനിറ്റ് വെച്ച് അതിൻ്റെ വിസിൽ കളഞ്ഞതിന് ശേഷം തുറക്കാൻ പാടുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞ് വിസിൽ കളയണം. കളഞ്ഞിട്ട് പെട്ടെന്ന് തുറക്കാം. ഇല്ലെങ്കിൽ വിസിൽ കളഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ഓവർ കുക്കാവും. ഇനി ഇതൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് വിതറി കൊടുക്കാം. അങ്ങനെ നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് റൈസ് ഇവിടെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡായിട്ട് ചിക്കൻ പൊരിച്ചതോ അല്ലെങ്കിൽ ചില്ലി ചിക്കനോ എന്ത് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഓപ്ഷനിലാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് വരുന്നത്. ബൈ.